നിങ്ങൾ ഇവിടെ ഇബ്നു കസീറിലും ഖുർത്തുബിയിലൊക്കെ ഇമാം മാലിക് റഹിമഹുള്ളാഹിന്റെ കൗലുണ്ടെന്നൊക്കെ അത് ഏത് കിതാബിലാണെന്നും കൂടി ഒന്ന് പറഞ്ഞാൽ. നിങ്ങൾ അതിൽ സ്ഥലങ്ങൾ നമ്പർ കൊടുത്തോളി, അതൊക്കെ ഇൻഷാല്ലാ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് എല്ലാം അയച്ചു തരാം. ഒരു പ്രശ്നമില്ല. എവിടെയൊക്കെ വന്നു, ഏതൊക്കെ കിതാബിലുണ്ട്, പേജും നാളും നമ്പറും അത് വേണേൽ അതിൻ്റെ കോപ്പി അടക്കം എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം. അതാ പറഞ്ഞത്. സൗബന്ധങ്ങളല്ലേ, ഞാൻ അസ്ലം സുൽത്താനിയാണ്. പിന്നെ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോൾ അടുത്ത് മലപ്പുറം ജില്ലയിൽ മുഖാമുഖം നടന്ന സമയത്ത് ഫൈസൽ മൗലവിനോട് ചോദിക്കാൻ പോയിരുന്നല്ലോ. അതിൽ ഫൈസൽ മൗലവി പറഞ്ഞില്ലേ നിങ്ങളോട്, പിന്നെ ഇമാം ഖുർത്തുബിയും ഇബ്നു കസീർ റഹിമഹുള്ളയും അതേപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളൊക്കെ അവരുടെ കിതാബിൽ യറാഹ ഹസന എന്ന് പറഞ്ഞ ഇമാം മാലിക് തങ്ങളുടെ ഇബാറത്ത് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വാട്സപ്പിൽ വിട്ടു തരാമെന്ന് അവർ പറഞ്ഞിരുന്നല്ലോ. അത് നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ടോ? വലൈക്കും സലാം. ഈ ലിങ്ക് എനിക്ക് വിട്ടു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഫുൾ അതിലുണ്ടെന്നാണ്. ഒരു ശിഷ്യനാണ് സൗബന്ധങ്ങൾ അല്ലേ, പലരും പറഞ്ഞിരുന്നു. പിന്നെ സൗബന്ധങ്ങൾക്ക് എന്താണ് ഈ ഫൈസൽ മൗലവി പിന്നെ റിപ്ലൈ എന്തെങ്കിലും കൊടുത്തിരുന്നോ? വാട്സപ്പിൽ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തന്നിട്ടില്ല. ഒരു വീഡിയോ ചെയ്തിരിക്കണം, അരണിക്കൂറിന്റെ വീഡിയോയിൽ അരണിക്കൂറിൽ ഒരുപാട് അബദ്ധങ്ങൾ പറഞ്ഞ വീഡിയോ ചെയ്തിരിക്കണം. അപ്പൊ അതിൽ നമ്മൾ ചോദിച്ച വിദ്യാർത്ഥൻ യറാഹ ഹസനത്തൻ എന്ന് പറയുന്ന ആ കൗലാണ് അവർ എല്ലായിടത്തും ധരിക്കാറുള്ളത്. ആ കൗലിന്റെ സനദാണ് ചോദിച്ചത്. ആ കൗല് ഏത് കിതാബിലാണ് പറഞ്ഞത്? അപ്പോൾ അയാൾ കുറെ കിതാബിന്റെ പേരെണ്ണി പറഞ്ഞത്. ആ കിതാബിലൊന്നും ആ കൗലില്ല. സനദ് ചോദിച്ചപ്പോൾ ഇബ്നു ഹസ്മി സനദ് പറഞ്ഞു. ആ സനദിൽ എന്തില്ല? ഈ പറഞ്ഞ മത്തനുമില്ല. ആ സനദ് കുറെ പ്രശ്നമുണ്ട്. നമ്മൾ ഉന്നയിച്ച ആരോപണത്തിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി എന്നൊരു വലിയ ഒരു അരണിക്കൂറിന് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ആ ഒരു വീഡിയോ ലിങ്ക് സൗബന്ധങ്ങളുടെ വാട്സപ്പിലേക്ക് അവർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത്ര ഉണ്ടായിട്ടുള്ളൂ.